ஒரு ஜென்ரேஷன் வில் கம் அண்ட் தே வில் சேஞ்ச் த வேர்ல்ட். ஃப்ரெண்டு தான் நாங்கள் முக்கியமந்திரிடா. நல்லா போனோம், இன்னும் நல்லா போனோம். அது சொல்லிக்கலாம் பெருமையா. உண்டாகட்டும், நடக்கட்டும், சம்பவிக்கட்டும், எல்லாம் கரெக்ட். നമ്മളെ പഠിച്ചിട്ടാ വന്നു. லைட் அடிச்சா ஃபேஸ் எல்லாரும் വേറെ കളറിൽ இருப்பாங்க, ഇവங்க വേറെ കളറിൽ இருப்பாங்க. நம்ம പോയി கொஞ்சம் ഷഫ്താ. അപ്പോൾ ഞാൻ സെറ്റിൽ വന്നപ്പോൾ തന്നെ മാഡി സർ അമ്മ പോയി മേക്കപ്പ് അടിക്കാൻ. ഒരു ടീച്ചറിന് ഇത്രയും ഗ്ലാമർ പാടില്ല. റിയൽ ഇപ്പോഴും പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വണ്ടികൾ തന്നെയാണ് പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ സത്യം എല്ലാവരിലേക്ക് കൊണ്ടുവന്നാലേ അറിയാൻ പറ്റുള്ളൂ. இன்னொன்னு என்னன்னா ஜிடி நாயுடு ஹஸ் லிவ்ட் அ ரஜினிகாந்த் மாதிரி ஒரு வாழ்க்கை வாழ்ந்திருக்காரு. ഒരിക്കലും അതിൻ്റെ അൺസങ് ഹീറോ എന്നൊക്കെ പറയാറില്ലേ, ഇത് അതുമല്ല, അതുക്കും അപ്പുറം. அந்த பழைய காலத்துல என்ன மெட்டீரியல் இருக்கோ அவர் ரிசர்ச் பண்ணி நீங்க பார்க்கணும். ஆர்ட் டைரக்டரோட ஒர்க் இந்த படத்துல. ஜிடி நாயுடு UMS மூலமா கோடியா சம்பாதிக்கிறாரு. ഞങ്ങൾ സ്പെഷ്യൽ സ്ക്രീനിങ് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസിലാണ് ഇതൊക്കെ കേട്ടത്. ഈ താടി കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് ഒന്ന് പോകുന്നു. എന്റെ മുഖത്തിലൂടെ പോയിട്ട് കാര്യമില്ല. ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്, ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം മാസ് ഓണം. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 പേർക്കും സ്വാഗതം. സ്വാഗതം. വണക്കം. வணக்கம். താങ്ക്യൂ. മാറ്റി പിടിച്ചേക്കാം. രസമല്ലേ? നല്ല ഭയങ്കര താടിയൊക്കെ ആയിട്ട്. പക്ഷെ ഇതിലെ ക്യാരക്ടർ ഇന്നലെ ചോദിച്ചപ്പം ഏതൊക്കെ കളറ് പറയാന്ന് പറഞ്ഞു? എത്ര കളർ പറഞ്ഞു? അതൊക്കെ അവിടെ കേട്ടു. ബ്ലാക്ക്, പിന്നെ ഗ്രീൻ, വൈറ്റ്, പിന്നെ ഗ്രേ. ഇങ്ങനെ ഇത്ര പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇതിലേതൊക്കെ കളർ പറയാൻ പറ്റും ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ? യെല്ലോ, ഷർട്ട്, ഒരു സാറിന്റെ കോട്ടിന്റെ കളർ പർപ്പിൾ, ബ്ലൂ, ഒരു മൾട്ടി കളർ ഓറഞ്ച്. നാളെ ഈ സമയം വരെ അല്ലുള്ള കളറ് ഏതാ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കളറായെന്ന് അറിയാൻ പറ്റുള്ളൂ. അതാ ആ കളേഴ്സേ ഉള്ളൂ. അതല്ലേ റിലീസ് ചെയ്യുമ്പോഴും ആ കളേഴ്സേ ഉള്ളൂ. അതല്ലേ. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാകുന്നു അല്ലേ? നമുക്ക് പ്രൊഡ്യൂസർ ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അവാർഡ് കിട്ടിയ സമയത്തൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അന്ന് നമ്മള് ഇതേ ഹോട്ടലിൽ വെച്ച് ഒരു ഇന്റർവ്യൂ എടുത്താണ്. അതിനുശേഷം ഇന്നാണ് കാണുന്നത്. എന്താണ് സാർ പുതിയ സിനിമയുടെ വിശേഷം? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പുതിയ സംരംഭം റോക്കറ്റ്രി എടുത്ത് ഒരുവിധം ലോകത്ത് എല്ലായിടത്തും ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റി. ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ്. അപ്പോൾ അതിനേക്കാളും കുറേ കൂടെ ടഫായിട്ടുള്ള, അതായത് ചരിത്രത്തോട് കലഹിച്ച ഒരു വലിയൊരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു മനുഷ്യൻ്റെ ഹിസ്റ്ററി വീണ്ടും നമ്മൾ തിരശ്ശീലയിലേക്ക്. ചരിത്ര സംഭവത്തിന് എപ്പോഴും കൂട്ടിയിരിക്കാറുള്ളൂ അല്ലേ? ചരിത്ര സംഭവത്തെ ആണല്ലോ അറിയണം. നമുക്ക് സത്യം അറിയുക. യേശു പറഞ്ഞിട്ടുണ്ട്, സത്യം നിങ്ങളെ സൗന്ദര്യമാക്കും. ആ സത്യം എല്ലാവരിലേക്ക് കൊണ്ടുവന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും ഇതിനകത്ത് മിഥ്യയിലൂടെ. തീർച്ചയായിട്ടും ബൈബിളായിട്ട്, ഖുറാനായിട്ടും, ഭഗവത്ഗീത എല്ലാമായിട്ട് അടുത്താണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം സബ്ജക്റ്റുകളിലേക്ക് അങ്ങ് പോകുന്നത് അല്ലേ? ഞാൻ ഈ സബ്ജക്റ്റ് ഞാൻ ഒന്ന് കുറച്ച് പഠിച്ചിരുന്നു. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരാളുടെ ചരിത്രമാണ്. പക്ഷെ ഈ താടി കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് ഒന്ന് പോകുന്നു. പക്ഷെ എനിക്ക് സിനിമ കാണാതെ പറയാൻ പറ്റില്ല. എന്റെ മുഖത്തിലൂടെ പോയിട്ട് കാര്യമില്ല. ഞാനല്ല മെയിൻ ക്യാരക്ടർ ഓബ്വിയസ്ലി. പക്ഷെ ഐ തിങ്ക് കൃഷ്ണന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. ഈ ഒരു ക്യാരക്ടറിനെ എന്ന് വെച്ചാൽ ആ ഒരു കൃഷ്ണ തുടങ്ങിയ ആ ഒരു റീസേർച്ചും ആ ഒരു അത് കൊണ്ടെത്തിച്ച ഒരു ലെവൽ കാരണമാണ് ഫൈനലി ഈ ഒരു സിനിമ നാളെ ഇറങ്ങാൻ പോകുന്നത്. ബിക്കോസ് ആ ഒരു ഡീറ്റെയിൽ ഈ ഓരോരോ ഇന്റർവ്യൂസിൽ കൂടെ കേൾക്കുമ്പോഴായിരുന്നു ഇത്രയും ലൈക്ക് അത്. ആൻഡ് രസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ സ്ക്രീനിങ് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസിലാണ് ഇതൊക്കെ കേട്ടത്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞു. ആൻഡ് സിനിമ ഇങ്ങനെയാണ്, ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ആൻഡ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത്. ആൻഡ് അതിൽ ഹൗ മച്ച് ഷീ ഹാഡ് ഗോൺ ഇൻ ടു ഡീറ്റെയിൽ ടു റീസേർച്ച് ഇറ്റ് എന്നുള്ളത് സ്ക്രീനിൽ അത് ശരിക്കും ആസ് എ സിനിമ കാണുന്ന ഒരു ഫാനായിട്ടോ അല്ലെങ്കിൽ ഒരു മൂവി ഗോവറായിട്ട് ശരിക്കും അത് ഭയങ്കരമായിട്ട് എനിക്കത്
വർക്കായി, ലൈക്ക് as in കണ്ട് ബോധ്യപ്പെട്ടു എന്ന് പറയാം. So I think that's because of his started with his efforts. ഡയറക്ടർ എന്തുകൊണ്ട് വിജയെ വേണമെന്ന് തീരുമാനിച്ചു? ഡയറക്ടറോട് ചോദിച്ചത് എന്തെങ്കിലും? കൃഷ്ണനെ കിട്ടല അങ്ങനെ ചോദിച്ചില്ല. ബട്ട് ഐ തിങ്ക് വിജയ് ആൻഡ് കൃഷ്ണ, ഐ തിങ്ക് ദേ ഓൾ ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ ബി ഗുഡ് ഫോർ ദാറ്റ് റോൾ. ആൻഡ് പിന്നെ ദ ടാസ്ക് ഇസ് ദ ചാലഞ്ച് ഇസ് ടു മേക്ക് ഷുവർ ഒരു ഏഴെടുത്ത് ഒരു സിമിലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതും മൊത്തത്തിൽ. പിന്നെ സിങ്ക് സൗണ്ടാണ്, അപ്പോൾ അത് ആ ശബ്ദവും എല്ലാം കൊണ്ടും. സോ ഐ തിങ്ക് സിനിമയിൽ ഈ പറഞ്ഞ പോലെ സിനിമ പ്രാന്തായതുകൊണ്ട് കുറച്ച് എന്താണ് ഈ ശബ്ദവും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മിമിക്രിയൊക്കെ പോലെ എന്താണ് ആ ശബ്ദം കേട്ട് ട്യൂണാക്കാനൊക്കെ നോക്കി, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതില്ല, അതൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെന്നും അറിയപ്പെടുന്ന സിംഗറായിട്ട് അറിയാം. അത് അങ്ങനെയല്ല. ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് നൗ. നമ്മൾ പ്ലേ ബാക്ക് സിംഗറിനും ഉള്ളത് ഇപ്പോഴും പിന്നെ ഇനി മാറി ഒരു ഇൻഡി സിംഗർ ആവേണ്ട ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇറ്റ്സ് ഓൾ അക്കോർഡിംഗ് ടു വാട്ട് കംസ് ഇൻ ലൈഫ്. സോ ഐ വാസ് ജസ്റ്റ് ഹാപ്പി ഇങ്ങനത്തെ ഒരു ചാലഞ്ചും ഒരു ആക്ടിങ് സൈഡ് എന്നുള്ളതിനേക്കാളും ലൈക്ക് ഒരു സിനിമയിൽ, ഇങ്ങനത്തെ ഒരു വലിയൊരു സിനിമയിൽ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. സോ തീർച്ചയായിട്ടും അതെ. உங்களுக்கு அபிநயம் தான் எனக்கு, நடிப்பில் தான் எனக்கு இஷ்டம். விஜய்க்கு அவர் நடிச்சிருக்கேன், கூட நடிச்சிருக்கேங்க. யார் கூட நடிச்சிருக்கேன்? விஜய். ஆமாமா. பின்ன நீ சொல்லுங்க. நானா அஜித் சார் கூட நடிச்சிருக்கேன், அப்புறம் சிம்பு கூட நடிச்சிருக்கேன், ஜோதிகா கூட நிறைய பேர் கூட நடிச்சிருக்கேன். டைரக்ஷன் ஆனா பெஸ்ட். ரெண்டுமே பிடிக்கும். ஸோ பேசிக்கலி ஸ்டோரி டெல்லிங் தானே. ஆக்டரா நீங்க யூஆர் டெல்லிங் ஸ்டோரி ஆஃப் சம் அதர் டைரக்டர் த்ரூ யுவர் டைலாக்ஸ் அண்ட் பர்ஃபார்மன்ஸ். டைரக்டரா யூஆர் டெல்லிங் அ பிக் ஸ்டோரி வித் த ஹெல்ப் ஆஃப் ஆக்டர்ஸ் அண்ட் டெக்னீஷியன்ஸ். ஸோ ஸ்டோரி டெல்லிங் தான் எனக்கு பிரதானம். அது வந்து எப்படி சொன்னாலும் ஓகே. அப்புறம் நான் வரைஞ்சி காமிக்ஸாக சொன்னாலும் எனக்கு ஓகே, மியூசிக்கில் சொன்னாலும் ஓகே. ஸ்டோரி டெல்லிங் இஸ் பொம்மலாட்டம், பப்பட் ஷோ சொன்னாலும் ஓகே. பட் ஸ்டோரி டெல்லிங் இஸ் வாட் சம்திங் ஐ வாண்ட் டு டூ இன் லைஃப். இந்த சப்ஜெக்ட்டுக்கு விஜய் வேணும் கண்டிப்பாக உங்களுக்கு எந்த ட்ரீம் இருந்தது? விஜய் தான் வேணும். விஜய் வந்து என்னோட அந்த கேரக்டரை ஈஸி ஆக்கிட்டாரு. ஏன்னா லுக்கு வந்து പാതി ലുക്ക് വിജയ് വെച്ചിട്ടാரு. അതാണ് ഈ താടി ഉണ്ടായിരുന്നോണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ബാക്കി മേക്കപ്പ് കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത്. സോ ആൻഡ് എസ്പെഷ്യലി ദാറ്റ്സ് വൺ റീസൺ ഐ ഫെൽറ്റ് എനിക്കൊരു കോൺഫിഡൻസ് ടു അക്സെപ്റ്റ് അത് ചെയ്യാൻ. என் ப்ரொடியூசர் விஜய் மூலன் வந்து விஜய் பேர் சொல்லி அந்த ஸ்டேட்மெண்ட் முடிக்கிறதுக்குள்ள எஸ் சொல்லிட்டேன். എന്നിട്ട് ഞാൻ ഓഫീസിൽ പോയി കണ്ടു, സംസാരിച്ചു, ലൈക്ക് അപ്പോൾ അങ്ങനെ അതൊരു ഡയറക്ടറിന്റെ ഒരു വിഷൻ ആ കോൺഫിഡൻസും കൂടി കിട്ടുമ്പോഴത്തേക്കും. തീർച്ചയായിട്ടും സബ്ജക്റ്റ് நீங்கள் பேசுகிற இந்த சப்ஜெக்ட் கண்டிப்பாக மலையாளி ப்ரெஷர், மலையாளி ஆடியன்ஸ் எப்படி அப்செட் செய்யணும் உங்களுக்கு ட்ரீம்ல இருக்கு? எனக்கு வந்து இப்போ கேட்டிங்கன்னா எனக்கு பயமாக இருக்குது. ஏன்னா எனக்கு மலையாள படம் அவ்வளோ பிடிக்கும். எது வந்தாலும் நாங்கள் பார்த்துருவோம். தேட்டரில் எங்களுக்கு பிரச்சனை என்னென்னா எல்லா படமும் தேட்டரில் வராது அங்கே சென்னையில். ஆனால் என்ன பாப்புலர் படம் வந்துருதோ நம்ம பார்த்துருவோம், ஒன்று விட மாட்டோம். ஏன்னா அவங்களோட ஸ்டோரி டெல்லிங் மேலே அவ்வளோ ஃபேன் நான். அது வந்து பர்ஃபார்மன்ஸ் ஆகட்டும், ஸ்டோரி டெல்லிங் ஆகட்டும், டெக்னிக்கலாக எல்லாமே ஆகட்டும். எனக்கு எவ்வளோ பெரிய பிளெஸ்ஸிங் நான் சொல்கிறேன். என்னோட ஆர்ட் டைரக்டர் சிரில் குருவில்லா, என்னோட சிங் சவுண்டு சித்தார்த் சதாசிவ், என் எடிட்டர் பிஜித் பாலா, என்னோட மேக்கப் ரஞ்சித் அம்பாடி, என்னோட காஸ்டியூம் டிசைனர் ஜிஷாத் ஷம்ஷுதீன், எல்லாம் மலையாளிகள். I am producer. See, அவரு அங்க ப்ரொடியூசர், அங்க நம்ம டெக்னீஷியன்ஸ் எல்லாம் மலையாளி. நான் வந்து விஜய் கட்டி பிடிக்காத நாள் இல்லை. ஏன்னா I am blessed with these people and you should see the movie how beautifully they have done, because their understanding in my opinion is always good. My friend ஷனாத் ஜலால் இப்போ வந்து பிரம்ம யுகத்துக்கு நேஷனல் அவார்டு வாங்கியிருக்கிறார். அவருக்கு நான் சொன்னேன், மச்சான், your understanding of the cinema is becoming great day by day. நான் அதை பார்த்து கற்றுப்பேன். ஏன்னா எனக்கு அப்படி ஃபுல் இந்தியாவில் இந்த கேரளா படம் பார்க்குறது வந்து அவ்வளோ ஆசை. அதனால எனக்கு முதல்ல அந்த சந்தோஷம். ஆனால் அவங்களோட தேர்ஸ்ட் நம்ம தீர்க்க முடியுமான்னா, இந்த படம் வந்து இட்ஸ் அபவுட் ஜிடி நாயுடு. If you want to know the person who lived for the country and for the people,
கம் அண்ட் வாட்ச் த ஃபிலிம். இன்னொன்று என்னன்னா, ஜிடி நாயுடு ஹேஸ் லிவ்ட் அ ரஜினிகாந்த் மாதிரி ஒரு வாழ்க்கை வாழ்ந்திருக்காரு. தேங்க்ஸ் டு ஹிம் அந்த வாழ்க்கையை நாங்கள் எடுத்து சும்மா படம் பண்ணா போறோம். த ஃபில்ம் லுக்ஸ் லைக் அ கமர்ஷியல் சினிமா. ஸோ யூ கம் அண்ட் வாட்ச் ஃபார் தட் மேன், what he has achieved and how he has handled the British and the India after British. I think that's the beauty of it. Like ഒരു ബയോപിക് അല്ലെങ്കിൽ ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ എന്താണ് എടുക്കുന്ന പോലെ ലൈക്ക് റീസെർച്ചും അതൊക്കെ ബാക്ക് സൈഡ് ഓൾ ദാറ്റ് ഹാപ്പൻ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ. പക്ഷേ ലൈക്ക് ഹി സെഡ്, ഇതിപ്പോൾ ഒരു മാധവൻ സാറിനെ മാസമായിട്ട് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടിയുള്ള ഇത് ആക്ച്വലി നടന്ന സീൻസ് ആണ് ശരിക്കും. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതൊക്കെ വീട്ടിലൊക്കെ നടന്ന ചില കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ച പോലെ അതൊക്കെ ആ സ്റ്റോറി കൂടെ വരുന്നത് തന്നെ ലൈക്ക് ഫാമിലിക്ക് തന്നെ ഇത് കാണുമ്പോൾ ലൈക്ക് അവർക്ക് തന്നെ ലൈക്ക് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നടന്ന കാര്യങ്ങൾ, പിന്നെ അവരുടെ ഹെൽപ്പ് ലൈക്ക് വൺസ് അവര് ഓക്കെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ദ amount of effort they put in to help, എസ്പെഷ്യലി രാജ്കുമാർ സർ എന്നാണ് ഗ്രാൻഡ് സൺ, ഇൻ പ്രോപ്സ് ആയിട്ട് വണ്ടികളായാലും റിയൽ ഇപ്പോഴും പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വണ്ടികൾ തന്നെയാണ് പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നോട്ട് എനി ലൈക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ വണ്ടികളല്ല, റിയൽ റണ്ണിങ് കണ്ടീഷനിലുള്ള എല്ലാ വണ്ടികളും. அதுல என்னன்னா நம்மளுக்கு சிங்க் சவுண்ட், லைவ் சவுண்ட். ஸோ இப்போ ஆர்ட் டைரக்டர் சிறில் குருவில்லா வந்துட்டு ஒரு மெஷின் பண்றாரு சொன்னா அந்த மெஷின் வந்துட்டு ஃபேக் மெட்டீரியல் வச்சு பண்ண முடியாது. ஏன்னா சிங்க் சவுண்ட். அந்த பழைய காலத்துல என்ன மெட்டீரியல் இருக்கோ அவர் ரிசர்ச் நீங்க பார்க்கணும் ஆர்ட் டைரக்டரோட ஒர்க் இந்த படத்துல. அந்த மெஷின் வந்து இட் ஹாஸ் டு சவுண்ட் லைக் த ஓல்டு மெஷினரி. ஸோ அவர் மெட்டீரியல் போடும்போதே அது பண்ணணும். അത് நீங்க பார்த்தா புரியும் உங்களுக்கு அவரு எஃபர்ட் എല്ലാത്തിലും ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളതാണ്. ഡീറ്റെയിലിംഗ് ഐ ഹവ് നോട്ട് സീൻ ഒരു നമ്മൾ കുറേ പീരിയഡ് ഫിലിംസ് കുറേ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും, പക്ഷേ കുറേ ഫാൻറ്റസിയാണ്. പക്ഷേ ഇത് റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ദർ ഹാസ് ടു ബി ആക്യുറസി ലൈക്ക് ഇൻ ഡീറ്റെയിൽ, ആൻഡ് ദാറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ ടു സീ. നമ്മൾ ഹോളിവുഡ് പടത്തിൽ ചില ബയോപിക്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, like Aviator and അങ്ങനത്തെ ചില പടങ്ങളിലൊക്കെ. I think that I felt like watching that kind of a film, so it was beautiful. അത് അങ്ങനെ കാണാൻ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഇവിടുന്ന്? ഡെഫിനറ്റ്ലി ത്രൂ വിജയ് മൂലൻ ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി ജിഡിയൻ മൂവി നടക്കുന്നുണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു ടീച്ചേഴ്സ് കമ്മിറ്റിയിലുണ്ട്, അപ്പോൾ അതിലൊരു ചെറിയ ക്യാരക്ടർ ഉണ്ട്, ചെയ്യണം എന്നില്ല, ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി യെസ്, ഇത്ര വലിയൊരു മൂവിയുടെ ഭാഗം വിളിച്ചു കഴിഞ്ഞാൽ ഹൗ കുഡ് ഐ സേ നോ. അത് ചെറുതാണ്, ഒരു പാസിംഗ് ഷോട്ട് ആണെങ്കിലും ഞാൻ ചെയ്യും. അങ്ങനെ ത്രൂ വിജയ് മൂലനുള്ളിൽ ഐ ജോയിൻ ദിസ് മൂവി. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സീ ഫ്രം ഹിം ആൻഡ് മാഡി സർ ഫുൾ കഥ കേട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ ആണെങ്കിലും അന്ന് ഞങ്ങൾക്ക് ഇരുന്ന് ഹാഫ് ഡേ ഫുൾ നറേറ്റ് ചെയ്ത് തന്ന് സിനിമയുടെ ഓരോ ഇമ്പോർട്ടൻറ്റ് സീൻസ് കാണിച്ചു തന്ന് അപ്പം തന്നെ ഇങ്ങനെ ഗൂസ് ബംസ് വരെയായിരുന്നു. ആക്ച്വലി ഇതൊരു പീരിയോഡിക് മൂവി ആണെങ്കിൽ പോലും എടുത്തേക്കുന്ന രീതിയും എല്ലാം ഭയങ്കര ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ മൂവി. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ഓ വാവ് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഒരു മാസ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ സെറ്റിലെ എക്സ്പീരിയൻസസ് ലൈക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. ഇത്രയും വലിയ കാസ്റ്റും ക്രൂവും അവരുടെ കൂടെ ചെറിയ ഒരു ദിവസത്തെ ഒരു ഹാഫ് ഡേ ഷൂട്ടാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി. ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. എത്ര വലിയ സിനിമ അതാണല്ലോ നമ്മൾക്ക് ഏറ്റവും വേണ്ട ഒരു അല്ലേ, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ തന്ന ഒരു മുഹൂർത്തം ഏതായിരിക്കും ഓർക്കുവാണെങ്കിൽ ആ സമയത്ത്? ടെൻഷൻ ആക്ച്വലി ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഫസ്റ്റ് അവിടെ പോയപ്പോൾ തൊട്ട് തന്നെ വിജയ് മൂലൻ എല്ലാവരെയും കൊണ്ട് പരിചയപ്പെടുത്തി. സാറും കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഓക്കെ ആ ഒരു സ്മൈൽ എപ്പോഴും ഫേസിലുണ്ടായിരുന്നു. മാഡി സാർ ആണെങ്കിലും എല്ലാവരും, പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ മലയാളി ഉണ്ട് ക്രൂവിൽ. അപ്പം ഓക്കെ നമുക്കങ്ങനെ എല്ലാവരെയും അറിയാം, എല്ലാവരും ഭയങ്കര കംഫർട്ടാക്കി. അപ്പം അങ്ങനെ ടെൻഷൻ വാസ് ലൈക്ക് ഇത്ര വലിയൊരു മൂവീൻ്റെ ഭാഗമാവാണ്. സോ അങ്ങനത്തെ ഒരു നമുക്ക് എപ്പോഴും ആദ്യ ക്യാമറ ആക്ഷൻ പറയുമ്പോൾ എന്താണ് ആദ്യത്തെ ക്യാമറ വെച്ചിട്ട് ആക്ഷൻ പറയണം, ആ സമയത്ത് എന്താ തോന്നിയെന്നോ? നമുക്കിപ്പോൾ നമ്മൾ ക്യാരക്ടറായിട്ട് ഇരിക്കുമ്പോഴാണല്ലോ ആക്ഷൻ പറയാവോ, പിന്നെ ഡെഫിനറ്റ്ലി ഇല്ല. இவங்களுக்கு தோணுதோடு எனக்கு தான் இவங்களை வச்சா எல்லா ஃபேஸ் அப்படியே லைட் அடிச்சா ஃபேஸ் எல்லாரும் வேற கலர்ல இருப்பாங்க, இவங்க வேற கலர்ல இருப்பாங்க. நம்ம போய் கொஞ்சம் ஷஃப்டா மேக்கப் கம்மி பண்ணிட்டு மேக்கப் போடல சார், ஆல்ரெடி ஒரு டோன் தெரியும்
ഒരു ടോൺ കുറച്ചാണ് ചെയ്തത്. അപ്പൊ ഞാൻ സെറ്റ് വന്നപ്പോ തന്നെ മാഡി സർ അമ്മ പോയി മേക്കപ്പ് അടിക്കാൻ സർ മേക്കപ്പ് ഇട്ടിട്ടില്ല, ഡള്ളാക്കിട്ടാ വന്നേ. ഒരു ടീച്ചറിന് ഇത്രയും പാടില്ല അല്ലേ? അത് പിന്നെ പഴയ കാലത്തിലെ ഒരു ഇതാണല്ലോ. അപ്പം അരവിന്ദ് സാറും പറയുന്നുണ്ടായിരുന്നു ക്യാമറമാൻ ലൈക്ക് കുറച്ച് ഡൾ ലൈറ്റ്സും എല്ലാരും ഒന്ന് ഡള്ളാക്കി കാണിക്കുന്ന പോലെ. അപ്പൊ ഇവർക്ക് ചെയ്യുമ്പോഴത്തേനും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, ഫുൾ കുറച്ചാലും കുഴപ്പമില്ല. അത് കൊള്ളാം. ഇത്രയും ആളുകൾ അല്ലേ, പ്രൊഡ്യൂസർ എന്നതിൽ ഇത്രയും ആളുകളെ വെച്ചാണ് ഒരു സിനിമ ചെയ്യുന്നത്, അതും വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. താങ്കൾ ചെയ്തിരുന്ന സിനിമ വെച്ച് നോക്കുമ്പോഴും ഇതും അങ്ങനെ തന്നെയാണ്. ഈ സബ്ജക്റ്റ് കേട്ട് വരുമ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്യാം, എനിക്ക് പറ്റിയ ഒരു സബ്ജക്റ്റാണ്, ഞാൻ പൈസ മുടക്കാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ ഇത് ചെയ്യുന്നത്, ഞാൻ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മകനാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, അവനാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് മാധവൻ സാറും പണ്ട് മുതൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് റോക്കറ്ററി എടുത്തത്. അപ്പോൾ റോക്കറ്ററി എടുത്തു കഴിഞ്ഞപ്പോൾ ആ റോക്കറ്ററി ടീം എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും കുടുംബ അതിനകത്ത് ബന്ധങ്ങളിലേക്ക് അത്രമാത്രം ഡീപ്പായിട്ട് വന്നു. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ചെയ്യുന്നത് അന്നത്തെ ദിവസം മുതൽ ഈ എല്ലാവരും ഒന്നിച്ച് അവരവരുടെ ജോലി മാക്സിമം പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു എല്ലാവർക്കും. ഡെഡിക്കേഷൻ, ഈവൻ നോ നൈറ്റ് ഡ്യൂട്ടി, നോ ഡേ ഷിഫ്റ്റ്, നോ നൈറ്റ് നത്തിങ്. പണി തീർക്കുക, ഒരു ടാർഗറ്റ് കൊടുക്കും. ഇദ്ദേഹം എല്ലാം ഉറങ്ങിയിട്ട് പല ദിവസങ്ങളും ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഒത്തിരി ഇത്രമാത്രം റിസർച്ച് ചെയ്തിട്ട് ഒരു സിനിമ, ഒരു ബയോപിക്ക് കേരളത്തിലും മറ്റുള്ള ഇന്ത്യ എനിക്കറിയില്ല, കേരളത്തിലുണ്ടായിട്ടുണ്ടെന്ന് ഒരുപാട് സംശയിക്കണം. അത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഈ ഇദ്ദേഹത്തെ പറ്റി പഠിക്കാനും ബാക്ക്ഗ്രൗണ്ടും പശ്ചാത്തലം എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ എല്ലാവരും ഓരോ ക്രൂവും അവരുടെ ഉത്തരവാദിത്വം, അവർക്കുള്ള ചുമതല 100% ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോക്കറ്ററിയിലും അങ്ങനെ ചെയ്ത ഒരു കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ട്, ഇപ്പോൾ മറ്റേ അരവിന്ദ് സാറാണ് ഇതിൻ്റെ കോർഡിനേറ്റർ, അദ്ദേഹം പിന്നെ അതുപോലെ രാജ്കുമാർ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ JD9 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ മ്യൂസിയവും മറ്റേ അവിടുത്തെ ഹിസ്റ്ററി എല്ലാം കണ്ടു. അവരുടെ ഫസ്റ്റ് മെഴ്സിഡീസ് ഞാനും വൈഫും കയറിയിരുന്ന് 3 ചക്രം കാർ ബസ് ഇതിനകത്ത് ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചു. മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വെൻ വി ഹേർഡ് അബൌട്ട് ദ JD Naidu actual what he was actual from his family members. He's JD Naidu, he's Rajendra Kumar's father, mother. അതായത് JD Naiduവിൻ്റെ മകനും മരുമകളും അവരുടെ കൊച്ചുമക്കളും എല്ലാവരും കൂടി അദ്ദേഹത്തെ പറ്റി പറയാൻ തുടങ്ങിയപ്പം ഐ ഫെൽറ്റ് അവിടെ നിന്നുള്ള സ്റ്റാഫ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വി തോട്ട് ദിസ് ഈസ് സംതിങ് ദ വേൾഡ് ഷുഡ് നോ അബൌട്ട് ഇറ്റ്. എന്തെന്നോ ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത അത്രമാത്രം ഹയർ ഒരു വ്യക്തിത്വം, ഇൻഡിവിജ്വൽ ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. ഒരിക്കലും അൺസങ് ഹീറോ എന്നൊക്കെ പറയാറില്ലേ, ഇത് അതുമല്ല, അതുക്കും അപ്പുറം. ലൈക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിലോട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്നു, ലൈക്ക് നമുക്ക് ആ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് മേ ബി ഒരാളുടെ പേരിൽ ചിലപ്പോൾ ഒരു റോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മേ ബി ഒരു സ്റ്റാച്യു, മേ ബി അങ്ങനെ. ഒരു സിറ്റി മൊത്തം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അല്ലെങ്കിൽ റിപ്പയർ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലൈ ഓവർ ആയാലും മൊത്തത്തിൽ ഒരു പുള്ളി അത്രയ്ക്കും കോയമ്പത്തൂരുകാർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. ലോക്കലായിട്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ അറിയാം, ചെന്നൈ വന്നു പോകുന്നവരൊക്കെ. അപ്പോൾ അവർക്ക് തന്നെ ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ലൈക്ക് നമ്മൾ കൊച്ചിക്കാർ മേ ബി ഇപ്പോൾ എന്താണ് ദാസെറ്റിനെ കുറിച്ച് ഒരു പടം എടുക്കുകയാണെന്നുള്ള അറിഞ്ഞാലുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവിടുത്തെ ആൾക്കാർക്ക്. സോ അത് കാണുമ്പോഴത്തേക്കും ആണ് ലൈക്ക് അവരുടെ വീട്, ഞാൻ പറഞ്ഞില്ലേ, അതായത് ഗോപാൽ സാർ, അതായത് JD നായിഡുവിൻ്റെ മകൻ. അപ്പം ഇങ്ങനെ ആ റേസ് ട്രാക്കിൽ വെച്ചിട്ട് കാണണം എന്ന് ആരോ വന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് ചെയ്ത കാര്യം എനിക്ക് അങ്ങോട്ട് പോയി പുള്ളിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ അപ്പോൾ അടുത്ത ദിവസം കോയമ്പത്തൂരിൽ നിന്ന് വീട്ടിൽ പോരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ രാജ്കുമാർ സാറിനെ കണക്ട് ചെയ്ത് നമ്മുടെ പ്രൊഡക്ഷനും ആക്ടറുമായിട്ട് മുരളി എന്നുണ്ട്. അപ്പോൾ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നലെ കാണണം എന്ന് പറഞ്ഞു, പക്ഷെ കാണാൻ പറ്റിയില്ല അവിടെ വെച്ചിട്ട് തിരക്ക് കാരണം. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയി ഒന്ന് കാണാൻ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ രാജ്കുമാർ സാറിനെ കണക്ട് ചെയ്ത് പുള്ളി ജസ്റ്റ് പോയാൽ മതി വീട്ടിലേക്ക്. അപ്പം അങ്ങനെ അവരുടെ പഴയ വീട് ലൈക്ക് അന്ന് ലൈക്ക് ഒരു വലിയൊരു ഹ്യൂജ് ഒരു പഴയ ഒരു മാൻഷൻ എന്നൊക്കെ പറയാം. പക്ഷേ സച്ച് സിമ്പിൾ പീപ്പിൾ അവർ ആളിനെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ച് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും പോയപ്പോൾ തന്നെ ആളിനെ പുറത്ത് സ്റ്റെപ്സിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഞങ്ങളെ അകത്ത് കൊണ്ടുപോയി ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പുള്ളി അപ്പനെ 70s ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റിൽ മീറ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞ്
like വളരെ like simple people but they are literally part of our കോയമ്പത്തൂരിൻ്റെ ഹിസ്റ്ററിയിൽ they are like legends actually. പക്ഷെ the way they are so simple and humble, അത് കാണുമ്പോഴത്തേക്ക് അല്ല, അത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് അടുക്കും തോറുമാണ് അവരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. മാറിക്കാണുന്ന പോലെ നമ്മൾ അടുക്കും ചെല്ലും. അത് വിജയ് കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, നമുക്കൊന്ന് ഒന്ന് അടുത്ത് പോയി അവരെ കുറിച്ച് ഒന്നും ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ മകനാണെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് മറ്റവർ നമ്മളടുത്ത് അപ്പഴടുത്തുള്ള സ്നേഹത്തിൽ നമ്മളടുത്ത് വന്ന് കൈകൂപ്പി നമ്മൾ നമസ്കരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് അങ്ങനെ കാലിൽ വീഴാൻ വരുമ്പോഴേക്കും ഞാൻ പറയാം പ്ലീസ് എൻ്റെ കാലിൽ വീഴരുത് ലൈക്ക്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഐ നോ ദാറ്റ് ഫീലിംഗ് സോ ഐ ഗ്രോൺ അപ്പ് വിത്ത് ദാറ്റ് ഫീലിംഗ്. സോ ഇത് നമ്മളും അത് മനസ്സിലാക്കി ലൈക്ക് പുള്ളിയില്ല, പക്ഷെ പുള്ളിയുടെ മകനും ഗ്രാൻഡ് സണ്ണും ഒക്കെ അതും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിലേക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് എത്രമാത്രം എല്ലാവരും കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അവർ പക്ഷെ പുറകെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. റൈറ്റ്, ഹൗ മച്ച് ഹെൽപ്പ്. അവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കും. അല്ല, അവർക്ക് പ്രതീക്ഷനെക്കാട്ടിലും അവർക്ക് ലിറ്ററലി ലൈക്ക് they are seeing their life again being played in a way. So that's a വേറൊരു ടൈപ്പ് ഫീലിംഗ് ആയിരിക്കും. അവർക്ക് പോലും അറിയില്ലാത്ത കഥകളിലേക്ക് വന്നിട്ടുണ്ടാവും. അത്ര സ്റ്റഡി ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതാ രാജ്കുമാർ സാർ കഴിഞ്ഞ യെസ്റ്റർഡേസ് ഇന്റർവ്യൂ പറഞ്ഞത് ഒരു 4 weeks ചില പെർമിഷൻസും അതെ സം NOCസും കാര്യങ്ങളൊക്കെ ഇതിൽ ഡയലോഗ്സിൽ ഇപ്പോൾ ചില ബ്രാൻഡിന്റെ പേരോ അല്ലെങ്കിൽ ചില ഗവൺമെന്റ് ചില അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇതിൽ അപ്പോഴാണ് he studied a lot more about what his grandfather has done and what all he has achieved എന്നുള്ള ചില ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ he runs the museum ഇപ്പോഴും ഉള്ള ഇതായിട്ടൊക്കെ he still അപ്പോൾ പക്ഷേ ജർമ്മനിയിൽ പുള്ളി 5ാമത്തെ വയസ്സിൽ കൊച്ചിലെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ലൈക്ക് ഐ തിങ്ക് ഫ്യൂ ഇയേഴ്സ് അഗോ അവിടെ ജർമ്മനിയിൽ പോയപ്പോഴാണ് പുള്ളീനെ കുറിച്ചുള്ള റെസ്പെക്റ്റും ഇതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കിയെന്നോ പുള്ളി തന്നെ പറയാം. എത്ര വർഷത്തെ സ്റ്റഡി ആയിരുന്നു ഈ സബ്ജക്റ്റ്? கோவிட்ல எழுத ஆரம்பித்தேன். ஸோ கோவிட்ல வந்து பேசிக் ஸ்ட்ரக்சர் தான் எழுதினேன். அதுக்கப்புறம் மியூசியம் போயிட்டு பார்த்த உடனே இவ்வளோ இருக்கான்னு, அப்புறம் ஃபேமிலி சொன்ன உடனே இன்னும் இவ்வளோ இருக்கான்னு சொல்லிட்டு ஆஸ் வி டூ த ரிசர்ச் த ஸ்கிரிப்ட் ஆல்சோ கெப் சேஞ்சிங். லைக் ஏன்னா எது உள்ளே போடணும் எது வெளில எடுக்கணும்னு சொல்லிட்டு பிளான் பண்ணோம். ஸோ 4 years ஆயிடுச்சு. 4 years ரிசர்ச்க்கு அப்புறம் வி ஸ்டார்டட். நான் மட்டும் இல்லை, இப்போ காஸ்டியூம் டிபார்ட்மெண்ட்டாக இருந்தால் அந்த காலத்தில் என்ன போடுவாங்க அது எல்லாமே 1.5 வருஷம் அவங்க தேவர் ஜிஷாது. ஸோ ஜிஷாது ரொம்ப சூப்பராக பண்ணியிருக்கா. அப்புறம் ஜிஷாது வந்து எப்படின்னா அந்த காலத்தில் வந்து பொல்யூஷன் கிடையாது, வெஹிக்கிள்ஸ் கிடையாது, எதுவுமே இல்லை. ஸோ குளிரும். நம்ம இப்போ இருக்கிறது இப்போ வேகுது, அந்த காலத்தில் கொஞ்சம் குளிரும். அப்போ வந்து தடியாக இருக்கும் ஃபேப்ரிக்லாம். ஸோ ஜிஷாத் வந்து சொல்லிட்டாரு தெளிவாக, நான் அதான் பண்ணுவேன். அந்த காலத்து ஃபேப்ரிக் பாவம் ஜெயராம் சார்லாம் அவ்வளோ திக்கு கோட்டு போட்டு உள்ள வேர்க்குது. சரி என்ன பண்ணுறது பீரியடுன்னு சொல்லிட்டு. ஸோ ஜிஷாத் வந்து கன்விக்ஷனோட எல்லாரும் வந்து தே ஹேவ் டன் அ பியூட்டிஃபுல் ஜாப். அப்புறம் ரஞ்சித் சார் வந்து ரஞ்சித் அம்பாடி சார் கொஞ்சம் நெஞ்சம் இல்லை, அவர் எவ்வளோ கஷ்டப்படணும்னா இப்போது எல்லா கேரக்டரும் 1915லேருந்து 1960 வரைக்கும் அந்த ரேஞ்ச் இருக்குது. அந்த எல்லா ரேஞ்சும் வந்து ஃபஸ்ட்டு இப்போது குடுமி வச்சா அந்த குடுமிக்கு கிராப்பு, அப்புறம் கிரே, எல்லா கேரக்டரோட க்ரோத்து, ஃபிசிக்கல் க்ரோத். அப்புறம் இது வந்து எல்லாருக்கும் சத்யராஜ் சாருக்கு, ஜெயராம் சாருக்கு, மேடி சாருக்கு, வினய் ராய்க்கு, பிரியாமணி, துஷாராக்கு, பிரியாமணி மேம் வந்து ஒரு சின்ன போர்ஷன் தான் வராங்க. எல்லாருக்கும் அந்த ஏஜ் காமிக்கணும். இது மட்டும் இல்லை, ஜூனியர் ஆர்டிஸ்ட்டுக்கும் அவங்க ஞாபகம் வச்சுக்கணும். ஏன்னா பீரியட் இப்போ 1916னா அந்த குடுமி கிடுமையில் இருக்கக்கூடாது எல்லாம். ஸோ ஐ மீன் ரஞ்சித் சாரோட வந்து அவர் வந்து ஒரு இது மாதிரி ഒരു ലൈക്ക് ഐ വാസ് ഓൾസോ ഇങ്ങനെ ഈ ഷൂട്ടിൻ്റെ ഇതിൽ എൻ്റെ മേക്കപ്പ് വന്ന് ചെയ്തു. എന്നിട്ട് അപ്പോഴത്തേക്ക് 2 പേരെ അങ്ങോട്ട് അയച്ചു. എന്നിട്ട് പിന്നെ ലൈക്ക് എന്താണ് മാനേജ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഇത് തീർക്കണം. ലൈക്ക് അപ്പോൾ ആൻഡ് ഈ പറഞ്ഞ 4 ദിവസം ഞാൻ ഷൂട്ട് ചെയ്തു. പക്ഷെ എന്നാൽ ആ 4 ദിവസത്തിൽ തന്നെ എൻ്റെ ആദ്യം ചെയ്ത് പക്കായിട്ട് ചെയ്തത് 2ാമത്തെ ദിവസം വേറെ ആരെങ്കിലും വന്ന് ചെയ്താൽ ചിലപ്പോൾ മാറിപ്പോകും. അപ്പോൾ അതേ ആൾ തന്നെ ഇവിടെ വന്ന് പിന്നെയും ചെയ്യണം. അപ്പോൾ അത് എന്താണ് ഫുൾ ഓരോ സ്റ്റേജ്. ഇപ്പം എനിക്ക് ലൈക്ക് എൻ്റെ മാത്രമല്ല, മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഇപ്പൊ സത്യരാജ് സാറും ഇവരുടെ തന്നെ എത്രയോ ലൈക്ക് ഗെറ്റപ്സ് ലൈക്ക് ആ ഏജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മളാ പോസ്റ്ററുകൾ കാണുമ്പോൾ ജയറാമേട്ടനെയും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ അത് എത്രമാത്രം വ്യത്യാസമുണ്ട് പഴയ കാലഘട്ടം. His experience played a big part in it. ജിഷാദ് எப்படி அவங்கள்ட்ட வந்திருக்கு?
കോസ്റ്റ്യൂമർ? இல்லை எல்லாமே எனக்கு ஐ எம் வெரி தேங்க்ஃபுல். வர்கீஸ் சாரும் விஜய் மூலம் தான் தே இன்ட்ரடியூஸ் மீ டு தெம். அப்புறம் அவங்க ஒர்க்கு பார்த்துட்டு சரி எனக்கு அவங்க வேணும் ப்ளீஸ் கொடுத்துருங்கன்னு சொல்லி நான் தான் போய் கேட்டேன். ஐ மீன் லைக் ஐ எம் வெரி ஹாப்பி தட் தே கேவ் ഗ്രേറ്റ് ടെക്നീഷ്യൻസ്. അതാ ഇത്തരം സിനിമകൾ ഈ ഇങ്ങനെയുള്ള ടെക്നീഷ്യന്മാർ വേണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കയ്യിൽ പോകും ചിലപ്പോൾ. And no, that's why detailing comes into play because അവരും സ്റ്റഡി ചെയ്ത് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൻഡ് പാഷനറ്റ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ ജിഷാദ് മേ ബി സിനിമ ഇതില് ഐ തിങ്ക് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും മേ ബി. പക്ഷെ ഐ തിങ്ക് ലൈക്ക് സോ ക്വിക്ലി ഹീസ് ഗോട്ടൺ ലൈക്ക് സച്ച് ഇങ്ങനത്തെ ഒരു അതല്ലേ ഒരു ഡിസൈനർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാഷൻ ടൈപ്പ് ഓഫ് ഒരു സൈഡിൽ ഡിസൈനർ ആയിട്ടിരിക്കുന്ന ഒരാൾ ഇത്രയ്ക്കും പീരിയഡ് കാലം തൊട്ടുള്ള വളരെ എത്നിക് ആയിട്ടുള്ള ലൈക്ക് കോസ്റ്റ്യൂംസും അതാണ് ഹി വെന്റ് ഇൻ ടു ഡീറ്റെയിൽ ടു ഡു ദാറ്റ്. സോ ഈ പറഞ്ഞ പോലെ ഇത്തരമൊരു സിനിമയിൽ നമ്മൾ പല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു സിനിമയിൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള കോസ്റ്റ്യൂം, ഇത്രയും വർഷങ്ങൾക്കുള്ളൊരു സിനിമ, ഇത്രയും വർഷങ്ങളുള്ള ലാംഗ്വേജ്, ഇത്രയും വർഷങ്ങളുള്ള സംസാര രീതി, അത് എത്രമാത്രം സ്റ്റഡി ഈ സബ്ജക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിരുന്നു? ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ, കഥ കേട്ട് കഴിഞ്ഞപ്പോൾ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. അപ്പം അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയാനുള്ളതൊന്നും അതിൽ ആ ക്യാരക്ടറിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്റ്റിൽ അവിടെ പോയി കഴിഞ്ഞ് എനിക്കെല്ലാം അറിയാൻ പറ്റി. ബിക്കോസ് അവർ അത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇപ്പം ഡയലോഗ്സ്, എല്ലാവരുടെയും ഡയലോഗ്സ് ഇരുന്ന് വായിക്കുമ്പോഴാണെങ്കിലും ഓക്കെ ഇത് ഇങ്ങനത്തെ കോയമ്പത്തൂർ ടോണിലാണ്. അപ്പം എനിക്ക് അതിൽ അത്രയ്ക്കൊന്നും പെർഫോം ചെയ്യാനില്ലെങ്കിലും ബിക്കോസ് ഐ ബിക്കേം എ പാർട്ട് ഓഫ് ദാറ്റ് മൂവി എനിക്കിതെല്ലാം അറിയാൻ പറ്റി, കാണാൻ പറ്റി. ദ വേ ദേ വർക്ക്, അവർ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ പെർഫെക്ഷൻ ആയിട്ടുള്ള എല്ലാ കാര്യവും, കോസ്റ്റ്യൂം, ഇപ്പം എൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും അത് ഉടുക്കുന്ന രീതി, മുടി ചെയ്യുന്ന രീതി, എല്ലാം മേക്കപ്പ്, കോസ്റ്റ്യൂം, എല്ലാവരും. അപ്പം ഈവൻ ദോ ഐ എം വെരി സ്മോൾ പാർട്ട് ഇൻ ദിസ് മൂവി, എനിക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഈ വലിയ മനുഷ്യരെ കുറിച്ച് പിന്നീട് സ്റ്റഡി ചെയ്തു? അത് ഞാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ കണ്ടപ്പോൾ ആളുടെ സ്ട്രഗിൾസ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്കൊന്നും ഇതൊന്നും പഠിക്കാനുണ്ടായിരുന്നില്ല എന്ന് ഡെഫിനറ്റ്ലി ആ ഒരു പോർഷൻ തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. വി ആർ ഡിസ്കസിങ് ലൈക്ക് ഈ ഹിസ്റ്ററിയിൽ എന്തുകൊണ്ട് ഈ മനുഷ്യന്റെ സ്റ്റോറി വരുന്നില്ല, എന്തുകൊണ്ട് വന്നൂടാ എന്നുള്ളത് തന്നെയാണ് ഞാൻ ആ ക്യാരക്ടറിൽ ചെയ്തതും. അത് ആക്ച്വലി ഇത് വായിച്ചപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയും ചെയ്തു. അദ്ദേഹം ചെയ്ത ആ സ്റ്റോറി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതുപോലത്തെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഐ തിങ്ക് നമ്മളെ നാടിനെ മാത്രം പറഞ്ഞ കാര്യമില്ല. ഐ തിങ്ക് അതുപോലെ കുറെ എല്ലാ നാട്ടിലും ഐ തിങ്ക് അങ്ങനത്തെ മനുഷ്യർ ഉണ്ടായിട്ടുണ്ട്. വേർ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ് അവരെ ലൈക്ക് സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർ നല്ലത് നാടിന് വേണ്ടി നല്ലത് ചെയ്യാൻ നോക്കിയ ഒരു കാര്യം ആൾക്കാർക്ക് വേണ്ടി അത് വേണ്ടെന്ന് തടയാൻ അൺഫോർച്ചുനേറ്റ്ലി ഈ ലോകത്തെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് കഷ്ടം. പക്ഷെ അതൊക്കെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഉണ്ട് എന്ന് സാറ് പറയുമ്പോൾ അന്നത്തെ കാലം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണമായിരുന്നു. അപ്പൊ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊങ്ങി വരാൻ അവർ സമ്മതിക്കില്ല. അദ്ദേഹം കളർ പ്രിജുഡിസ് വിവേചനം അന്ന് വന്നു വരുന്നുണ്ട്. ഈവൺ നമ്മളത് അംഗീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഞങ്ങൾ എന്ന് വെച്ചാൽ താഴ്ന്ന ആൾക്കാരാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സായിപ്പന്മാർ അവരുടെ മുമ്പിൽ കവാത്ത് വറക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതെല്ലാം അവരുടെ മുമ്പിൽ നമ്മൾ അടിയറ വെക്കുകയായിരുന്നു. അത് തന്നെ. അപ്പൊ ആ ഒരു ഇത് നമ്മളുടെ ദൗർഭാഗ്യമാണ് ഇതിനകത്ത് ഇത് ജീഡിനായിട്ടുള്ള പുറത്തേക്ക് വരുന്നത്. അത്രമാത്രം കേപ്പബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഇത് തന്നെയല്ല, ഇതിനു മുമ്പ് ഞാൻ കുറച്ചതിന് മുമ്പത്തെ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് വെച്ച് ജഗദീഷ് ചന്ദ്രബോസ് റേഡിയോ കണ്ടുപിടിച്ച ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ആദ്യം അതിന്റെ തത്വങ്ങൾ കണ്ടുപിടിച്ച അദ്ദേഹമാണ്. അത് ചെറിയ എക്യുപ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മക്രോണി കണ്ടുപിടിച്ചു എന്നാണ് റേഡിയോ സ്കൂളിൽ പഠിച്ചിരുന്നത്. അതുപോലെ ബോസോൺ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യേന്ദ്രനാഥ് ബോസ് നമ്മൾ പഠിച്ച ക്വാണ്ടം ഫിസിക്സ്, ഇപ്പോഴത്തെ മെക്കാനിക്സ്, ഐൻസ്റ്റൈൻ്റെ പേരും പറഞ്ഞാണ് ലിങ്ക് ചെയ്യുന്നത്. ഐൻസ്റ്റൈൻ പറഞ്ഞു കൊടുത്തത് നമ്മുടെ സത്യേന്ദ്രനാഥ് ബോസാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞ മാറ്ററിന്റെ ഫിഫ്ത്ത് സ്റ്റേറ്റിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്. അതിന് നോബൽ പ്രൈസ് കിട്ടി. പക്ഷേ നമ്മുടെ സത്യേന്ദ്രനാഥ് ബോസിന് ഒന്നും കിട്ടില്ല. ഐൻസ്റ്റൈൻ ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റാണ് തീർന്നു. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ അടിസ്ഥാനം കൊടുത്തത് പക്ഷെ ഒരു ഉപകാരം ചെയ്തു. ബോസ് എന്ന് പറയുന്ന ബോസോൺ ഫെർമിയോൺസ് എന്ന് പറയുന്ന ദൃശ്യപ്രപഞ്ചത്തിലുള്ള
കണികകളുടെ 50% ബോസോൺസും ഫെർമിയോൺസും. ആ ബോസോൺ എന്ന് പറയുന്നത് നമ്മുടെ സത്യേന്ദ്രദാസ് ബോസ് എന്ന പേരിൽ ബോസോൺ എന്ന് അറിയപ്പെട്ടു. അതൊരു വലിയ ഇതാണ്. ഒരു ഇതിപ്പോ തന്നെ എത്ര പേർക്ക് അറിയാൻ പറ്റും? ഞാൻ തന്നെ ഇത് ലൈക്ക് സോ ദാറ്റ്സ് ആക്ച്വലി ഇപ്പൊ മാത്തമാറ്റിക്സ്. അപ്പൊ ഐ തിങ്ക് അയർലൻഡിലോ സ്കോട്ട്ലൻഡിൽ നമ്മുടെ ഒരു വലിയൊരു സയന്റിസ്റ്റിന്റെ സ്റ്റാച്ചു അവർ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത് എന്താണ് അൺവെയിൽ ചെയ്തിരുന്നു. ഐ തിങ്ക് എന്തായിരുന്നു അത്? ശുശ്രുതാവോ? സോ ഐ തിങ്ക് ആ ഒരു സൈഡിൽ വേൾഡ് ഒരു ടൈമിൽ ഐ തിങ്ക് വേദാസ് ജർമ്മൻസ് അല്ലെങ്കിൽ യൂറോപ്പിൽ അവർ പാറ്റന്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മൾ ഉണർന്നു വന്നത്. അപ്പോൾ അതായത് ലൈക്ക് അങ്ങനത്തെ ലൈക്ക് എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പം ഐ തിങ്ക് സംടൈംസ് ബിക്കോസ് ബിഫോർ ഈ പറഞ്ഞ ബ്രിട്ടീഷ് കാലത്തിന് മുമ്പ് വി വർ നോട്ട് എന്താണ് a poor country at all, right? And we were a brilliant, we were a country of brilliant minds, brilliant spiritual capacity. എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇരുട്ടിൽ അന്ധകാരത്തിൽ മുഴുകിയിരുന്നപ്പോഴാണ് ഇന്ത്യയായിരുന്നു അന്ന് അറിവിന്റെ കേന്ദ്രം. നമ്മുടെ നളന്ദ, തക്ഷശില എന്നൊക്കെ പറഞ്ഞു 10,000 സ്റ്റുഡൻസ് ആണ് നമ്മുടെ നളന്ദയിലുണ്ടായിരുന്നു. തക്ഷശിലയിൽ അതുപോലെ 5,000-6,000 സ്റ്റുഡൻസ്, 2,000 ടീച്ചേഴ്സ് എല്ലാം. ലോകത്തു നിന്ന് മുഴുവൻ ആളുകളും അവിടെയാണ് പഠിച്ചിരുന്നത്. പക്ഷെ പിന്നീട് വന്ന് അവിടെ നിന്ന് വന്ന ഈ കീഴടക്കാൻ വന്നവരെല്ലാം അവരുടെ എല്ലാം ആദ്യത്തെ വിനോദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയി ലൈബ്രറികളിൽ പിടിച്ചടക്കി പുസ്തകങ്ങൾ മുഴുവൻ കത്തിക്കുക. അതുകൊണ്ട് ഞാനിതിന്റെ കുറെ ഹിസ്റ്ററി 40 വർഷത്തോളം, അതായത് എന്താണ് 3 വർഷത്തോളം ഇന്ത്യ മുഴുവൻ ഞാൻ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ 40 വർഷമായിട്ട് ഇന്ത്യ ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾ, മിക്കവാറും 67 രാജ്യങ്ങളിൽ പോയി ലൈബ്രറികളിൽ പോയി ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളെയും ഇതെല്ലാം ലിങ്ക് ചെയ്ത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ നമ്മൾ 6000 വർഷം തുടങ്ങിയിട്ടാണ് ലോകം ഉണ്ടായെന്ന് പറയുന്നു. 13,500 വർഷത്തിന് മുമ്പാണ് ശരിയായ രീതിയിൽ ഒരു പ്രളയമുണ്ടായത്. ആ പ്രളയമുണ്ടായത് മനു എന്ന് പറയുന്നത്, അതിന് ബൈബിളിൽ പറയുന്നത് നോഹയുടെ പ്രളയം എന്ന് പറയും, നോഹയുടെ കാലത്ത്. അതുപോലെ ഇത് തന്നെ ആസ്ട്രക്കിൽ പറയുന്നത് അമേരിക്കയിലെ പഴയ മെക്സിക്കൻ അവിടുത്തെ ജനതയുടെ അവരുടെ പുസ്തകത്തിലുണ്ട്. അതുപോലെ ഗ്രീക്ക് ഇതുണ്ട്, കാറ്റക്ലിസ്മ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രളയകാലമുണ്ട്. ഇതെല്ലാം 13,500 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ആ പ്രളയത്തിന് ശേഷം ഒരു ഐസേജ് വന്നു. അതിനു മുമ്പ് ഇവിടെ കണ്ടിരുന്ന ആ ഒരു ലോകം കുറേ കൂടെ ഈ നമ്മുടെ ലോകമുണ്ടായിരുന്നു. കുമാരികണ്ഠം എന്ന് പറഞ്ഞ്, ലെമ്യൂറിയ എന്ന് പറയുന്ന എല്ലാം ഒരുമിച്ചായിരുന്നു. ആക്ച്വലി എല്ലാം ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതല്ല ജസ്റ്റ് അപ്പൊ അത് ജസ്റ്റ് വി വാണ്ടഡ് ടു കൺവേ. ഇത്രയും കണ്ടതിലും കേട്ടില്ല ഏറ്റവും വൃത്തികെട്ട ആളുകൾ ആരാ എന്ന് പറയാം. മനുഷ്യർ ആരും പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരിലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പൊ എന്തൊക്കെയാ നടക്കണേ എന്നുള്ളത്. അത് സാധാരണക്കാരെ എന്തായാലും എഫക്ട് ചെയ്യുന്നുണ്ട്, അത് ഏത് നാട്ടിൽ നിന്നുള്ളവരായാലും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻസിനോ അല്ലെങ്കിൽ ബ്രിട്ടീഷെന്നോ അമേരിക്കൻസിനോ അല്ലെങ്കിൽ യൂറോപ്യൻസ് എന്നുള്ളതല്ല, നമ്മൾ മനുഷ്യരാണ് ആദ്യം. അത് നമ്മൾ മനസ്സിലാക്കിയ എല്ലാ പ്രശ്നവും തീരും. എല്ലാ പ്രശ്നവും തീരാൻ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം. ഈവൻ ജീവികൾ, ഒരു ഈച്ചയ്ക്ക് പോലും, ഒരു ഉറുമ്പിന് പോലും നമ്മുടെ അത്രയും തന്നെ അവകാശമുണ്ട് ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ. അത് നമ്മൾ അംഗീകരിച്ച് അങ്ങോട്ടും അമേരിക്കൻ ഒരു ബേസിക് ഇതുണ്ട്, ലീവ് ആൻഡ് ലെറ്റ് ലീവ്. ആ ഇത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. എല്ലാ പ്രശ്നവും യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ നിനക്ക് ചെയ്യണമെന്ന് നീ എന്താ ആഗ്രഹിക്കുന്നു അത് നീ മറ്റുള്ളവർക്ക് ചെയ്യാം. അത് പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഒരു കമ്മ്യൂണിസം വേണ്ട, സോഷ്യലിസം വേണ്ട, ഒന്നും വേണ്ട. മനുഷ്യൻ മനുഷ്യനായാൽ മതി. ചെറിയ രാഷ്ട്രീയമൊക്കെ വേണം. രാഷ്ട്രീയമില്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രാഷ്ട്രീയമൊക്കെ വേണം. അല്ല, ചെറിയ രാഷ്ട്രീയം മറ്റുള്ളവരെ ഇടിച്ചു രാഷ്ട്രീയമാകല്ലേ. കേരള സ്പൈസ് அவங்களுக்கு கொஞ்சம் ஸ்பைஸ் கிடைக்கும். அதான் சொல்றேன். உங்க ஃப்ரெண்டு தான் நாங்க முக்கியமந்திரிடா சென்னை எங்க நடிச்சிருக்கேன். சரி, எனக்கு அவரு காலேஜ்ல வந்து பயங்கர சீனியர். அவரும் விஸ்காம், நானும் விஸ்காம். அது சொல்லிக்கலாம் பெருமையா. And I'm glad that I acted with him.
അല്ല അത് വിജയ്ക്ക് നടിച്ചിരിക്കீங்களா? நடிச்சிருக்கேன். இப்போ முக்கியமന്ത്രி ஆயிருக்கு. 2 படம் நடிச்சிருக்கேன். ரெண்டு. திருமலை ஆதி ரெண்டு படம் நடிச்சிருக்கீங்க. இப்போ கான்டாக்ட் இருக்கா? இல்ல கான்டாக்ட்ல இல்ல. இப்போ எப்படி இருக்கு அங்க? டிவில பாக்குறது தான். നമ്മളെ പഠിച്ചിട്ടാ വന്നെന്ന് തോന്നുന്നു. என்ன படிச்சிட்டாடா வந்தா? നിങ്ങൾ തന്നെ പഠിപ്പിച്ചു. இல்ல எப்படி இருக்கு அங்க விஜய்? നല്ലതാ ഇருக்கு. நல்லா போனோம். இன்னும் நல்லா போனோம். ഇനി നല്ല പോണം. ടൈം വേണല്ലോ ஆமா. എന്താണ് എല്ലാം എടുത്തുകൊണ്ട് റീവർക്ക് ചെയ്ത് കൊണ്ടുവരാൻ സമയം இந்த വേണ്ടേ? படத்துல விஜய் இருக்கா? இல்ல இந்த படத்துல ஜிடி நாயுடு வந்துட்டு ஒரு இடத்துல சொல்லுவாரு, அதாவது Oh, that is very பியூட்டிஃபுல்லா ஒரு 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 ஜெனரேஷன் வில் கம் அண்ட் தே வில் சேஞ்ச் த வேர்ல்ட் இன் நோ டைம் சொல்லுவாங்க. எல்லா இடத்துலையும் அந்த மாற்றம் நடக்கிறது நம்ம பார்க்குறோம். அதுதான் நல்லது. நான் சென்னையில இருந்திருக்க மாட்டோம். இல்ல எல்லா இடத்துல உலகத்திலேயே நடக்குது எல்லா இடத்துலயும் the change is டெல்லியில happening. நடந்திருக்கு. നമ്മളിപ്പോ പറഞ്ഞ പോലെ I mean, the whole world the change is happening, like so all the changes, like I mean, because it's not that the previous generations have been quiet, പക്ഷേ ഇപ്പോ I think thanks to social media also, I think the awareness is more. Thanks to the reach of everybody, from one person to another person, the connect is so much more stronger just from a phone. I think that's one big reason, and that's അങ്ങനെ എല്ലാ മാറ്റങ്ങളും സംഭവിക്കട്ടെ. നല്ലതിന് നല്ല മാറ്റങ്ങൾ. നല്ല நல்ல மாற்றம் നല്ലതിന് വേണ്ടി നല്ല മാറ്റം. മാറ്റങ്ങൾ மாற்றங்கள் നല്ല മാറ്റങ്ങൾ ഉണ്ടാകட்டும், നടക്കட்டும், സംഭവിക്കட்டும், എല്ലാം കറക്റ്റ്. എല്ലാം കറക്റ്റ്. പക്ഷേ സിനിമ നാളെയാണ്. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ ഒന്ന് ഇന്ന് തന്നെ ഔട്ട് പോകണം. നാളെയാണ്. മറന്നു പോകണ്ട, ഈ സിനിമ നമ്മൾ കാണേണ്ട സിനിമയാണ്. ഒരു ചെറിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം ഉപകാരപ്പെട്ട സാധനമാണ് അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് ചെറിയ സാധനങ്ങളല്ല, ഒന്നും ചെറിയ സാധനങ്ങളല്ല. ഞാൻ പറയട്ടെ, ഇതൊന്നും പറയാത്തത് ഇതൊന്നും പറയാത്തത് ഇദ്ദേഹം ആരാന്ന് പോലും ഞാൻ പറയാത്തത് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് പക്ഷെ പറയാൻ കഴിയില്ല. സിനിമ കണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. പ്രേക്ഷകർ പഠിച്ചു കഴിഞ്ഞ് വീണ്ടും ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് അടുത്ത ആളുകളെയും കൊടുത്ത് സുഹൃത്തിനെയും കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും. ഒരു മാറ്റവുമില്ല, സൂപ്പറായിരിക്കും. ഓക്കെ, Thank you so much.